ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ SKN പറഞ്ഞതുപോലെ തന്നെ പിണറായി വിജയനെതിരെ ഒരു ഒളിയമ്പ് ഈ ചില പരാമർശങ്ങളിലൂടെ ജി സുധാകരൻ നടത്തിയിട്ടുണ്ട്. അത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ്. ഒന്ന്, പ്രായപരിധിയുടെ പേരിൽ റിട്ടയർമെന്റ് നൽകാൻ തീരുമാനിച്ച പാർട്ടിയുടെ നടപടി. രണ്ടാമതായി, 2 ടേം വ്യവസ്ഥ, അതായത് 2 തവണ തുടർച്ചയായി MLA ആയവർ ഇനി മുതൽ സ്ഥാനാർത്ഥിയാകേണ്ടതില്ല എന്ന പാർട്ടിയുടെ തീരുമാനം. ഇത്തരം തീരുമാനങ്ങൾ ലോകത്ത് ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നടപ്പാക്കിയതായി തനിക്ക് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സുധാകരൻ ഈ വിഷയത്തെ സ്പർശിച്ച് സംസാരിച്ചു തുടങ്ങിയത്. നേരത്തെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ പ്രായപരിധി നിശ്ചയിച്ച തീരുമാനത്തിനെതിരെ തന്റെ തുറന്ന വിമർശനങ്ങൾ ജി സുധാകരൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ 2 ടേം വ്യവസ്ഥ സംബന്ധിച്ച കാര്യങ്ങളിൽ CPM ഒരു പുനരാലോചനയ്ക്ക് കടക്കുന്ന ഘട്ടത്തിലാണ്. ഇതൊക്കെ ആര് കൊണ്ടുവന്ന തീരുമാനങ്ങളാണ് എന്ന് ജി സുധാകരൻ ചോദിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 62 സീറ്റുകളിലാണ് CPM മത്സരിച്ചത്. അതിൽ 23 2 തവണ MLA-മാരായവർ ഉണ്ട്. അവർക്ക് ഇളവ് നൽകാനുള്ള ആലോചന CPM-നകത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവരുടെ വിജയ സാധ്യതയ്ക്ക് അത് മങ്ങലേൽക്കും എന്ന പാർട്ടിയുടെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 2 ടേം വ്യവസ്ഥയിൽ ഒരു ഇളവ് നൽകാനുള്ള ആലോചന ഇപ്പോൾ പാർട്ടി ഫോറങ്ങളിൽ സജീവമാകുന്നത്. ഈ ഘട്ടത്തിൽ വേണം ജി സുധാകരന്റെ പ്രതികരണത്തെ SKN നമ്മൾ മനസ്സിലാക്കാൻ. മാത്രമല്ല, അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൽ ജി സുധാകരൻ സ്ഥാനാർത്ഥിയായേക്കും എന്നൊക്കെയുള്ള ചില സൂചനകൾ പുറത്തു വരുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഈ 2 ടേം വ്യവസ്ഥ അടക്കമുള്ള കാര്യങ്ങൾ ആരുടെ തീരുമാനമായിരുന്നു എന്ന് ജി സുധാകരൻ ചോദിക്കുന്നത്. മാത്രമല്ല, സ്ഥാനാർത്ഥി നിർണയത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി ആ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാത്ത പക്ഷം പാർട്ടിക്ക് വലിയ വില നൽകേണ്ടി വരും ഈ തെരഞ്ഞെടുപ്പിൽ എന്ന മുന്നറിയിപ്പും ജി സുധാകരൻ നൽകുന്നുണ്ട്. നേരത്തെ പ്രായപരിധി നിശ്ചയിച്ച പാർട്ടി തീരുമാനത്തിൽ താൻ അടക്കമുള്ളവർ കൈ ഉയർത്തി അതിനെ പിന്തുണച്ചതാണ്. പക്ഷേ അതിൽ വേണ്ട രീതിയിലുള്ള ചർച്ചകൾ നടന്നില്ല. ലോകത്തൊരിടത്തും പ്രായപരിധിയുടെ പേരിൽ ആളുകളെ മാറ്റി നിർത്തുന്ന ഒരു സംവിധാനം ലോകത്തൊരു പാർട്ടിയിലുമില്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മാത്രമാണ് അത് നടപ്പാക്കിയിട്ടുള്ളത്. ഇതൊക്കെ ആരുടെ താല്പര്യപ്രകാരമാണ് എന്ന് പറയാതെ പറയുകയായിരുന്നു ജി സുധാകരൻ ചെയ്തത്. മാത്രമല്ല, 2 ടേം വ്യവസ്ഥ നടപ്പാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ സംഭവിക്കാൻ പോകുന്നതും ഏറ്റവും ജനപിന്തുണയുള്ള സ്ഥാനാർത്ഥികളെ CPM-ന് നഷ്ടമാകും. CPM-ന് പാർട്ടിക്കകത്ത് താല്പര്യമുള്ളവരെയല്ല, പുറത്ത് ജനസമ്മതരായ ആളുകൾക്ക് വേണം സ്ഥാനാർത്ഥിത്വം നൽകാൻ എന്നാണ് ജി സുധാകരൻ പറഞ്ഞത്. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ താൻ സ്ഥാനാർത്ഥിയാകുമോ എന്ന് ജി സുധാകരനോട് ഞാൻ ആവർത്തിച്ച് ഈ സംഭാഷണത്തിനിടയിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സ്ഥാനാർത്ഥിയാകാൻ താൻ ഒരുക്കമാണ്, തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല, താൻ പൊതുപ്രവർത്തനം നടത്തിയിട്ട് പതിറ്റാണ്ടുകളായി പൊതുപ്രവർത്തന രംഗത്തുള്ള ആളാണ്, ആലപ്പുഴയിലെ ജനങ്ങൾക്ക് തനിക്ക് നന്നായിട്ട് അറിയാം, ആലപ്പുഴ ജില്ലയിലെ 9 നിയോജക മണ്ഡലങ്ങളിൽ സീറ്റുകളിൽ 8 എണ്ണത്തിന് ഇടതുപക്ഷത്തിന് CPM-ന് ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അങ്ങനെ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന ഉറച്ച ആത്മവിശ്വാസം തനിക്കുണ്ട്. അതുകൊണ്ട് സീറ്റ് നൽകുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം നൽകുകയാണെങ്കിൽ മത്സരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുകയാണ് ജി സുധാകരൻ ചെയ്തത്. അതേസമയം തന്നെ സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിച്ചുകൊണ്ട് പാർട്ടിയെ സമീപിക്കുകയോ മറ്റേതെങ്കിലും കുറുക്കുവഴി സ്വീകരിക്കുകയോ ചെയ്യില്ല എന്ന് ജി സുധാകരൻ തുറന്നു പറയുന്നുണ്ട്.